സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന ക്യാൻസർ മരുന്നുകൾ കിട്ടാനില്ല. 110ഓളം ക്യാൻസർ മരുന്നുകളിൽ 90 എണ്ണം സ്റ്റോക്കില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. കീമോതെറാപ്പി മരുന്നുകൾക്കാണ് പ്രധാനമായും ക്ഷാമം നേരിടുന്നത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന ക്യാൻസർ ബാധിതർക്കുള്ള 110 മരുന്നുകളിൽ 90-ലധികവും മരുന്നുകളും ലഭിക്കുന്നില്ല. കീമോതെറാപ്പി മരുന്നുകളാണ് അതിൽ ഭൂരിഭാഗവും. ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ചവർ OPയിൽ വന്ന് കീമോതെറാപ്പി കുത്തിവയ്പ്പുകളെടുത്ത് വീട്ടിൽ മടങ്ങിപ്പോവുകയാണ് പതിവ്. പ്രധാനമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ മരുന്ന് ലഭ്യതയിൽ കുറവ് കണ്ടെത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ച് മാത്രം എത്തുന്നത്. ഇവിടെ എത്തുന്ന 90% ആളുകളും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി കാരുണ്യ ചികിത്സാ സഹായം ലഭിക്കേണ്ടതാണ്. KMCLന്റെ ഭീമമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം കോടിക്കണക്കിന് രൂപയാണ് മരുന്നു കമ്പനികൾക്ക് കുടിശ്ശിക നൽകേണ്ടത്. കുടിശ്ശിക ലഭിക്കാതായതോടെ കമ്പനികൾ മരുന്ന് നൽകുന്നത് നിർത്തി. പല കമ്പനികളും KMCLന്റെ ടെൻഡറിൽ പങ്കെടുക്കുന്ന പോലുമില്ല. ഇത് കാരണം മരുന്നുകളും ആശുപത്രിയിൽ ലഭ്യമാകുന്നില്ല. ഈ സാഹചര്യത്തിൽ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റ് വില നൽകി ആശുപത്രികൾ സ്വന്തം നിലയ്ക്ക് രോഗികൾക്ക് മരുന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥയാണ്. കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾക്ക് 100 കോടി രൂപ വീതം സർക്കാർ മരുന്ന് വാങ്ങിയ ഇനത്തിൽ നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ RCCയിലും 100 കോടിയിലധികം രൂപ സർക്കാർ മരുന്നുകൾക്കായി മാത്രം നൽകാനുണ്ട്. ജനം, തിരുവനന്തപുരം.